മാതൃകാപരമായി ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം ഈ കേസിലെ വിധി വരുന്നതിന് മുൻപും അതിന് പിന്നാലെ ഇവരുടെ ശിക്ഷാവിധി വരുന്നതിന് മുൻപും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ 10 പ്രതികളെയും ശിക്ഷിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ നൽകിയിട്ടും ഈ 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട 4 പേരെ കോടതി വെറുതെ വിടുന്നത് കണ്ടു. പിന്നീട് പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഇതിലെ മറ്റ് 6 പേരുടെ കാര്യത്തിൽ കഠിനമായ ശിക്ഷ, അതായത് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയും എന്നായിരുന്നു. അതും ഉണ്ടായില്ല. അതിലെ നിരാശയാണ് ഇന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജകുമാറിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. നിയമമന്ത്രി പി രാജീവ് പക്ഷേ പറഞ്ഞത് മാതൃകാപരമായി ശിക്ഷ നടപ്പാക്കാൻ കഴിഞ്ഞു, 6 പ്രതികൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷ ലഭിച്ചു എന്നാണ്. അങ്ങനെയാണോ താങ്കൾ ഈ വിധിന്യായത്തെ വിലയിരുത്തുക? ഗോപികൃഷ്ണൻ, എനിക്ക് ആദ്യം പറയാനുള്ളത്, സമൂഹത്തിന് വേണ്ടി വിധി എഴുതാൻ പറ്റുമോ എന്ന ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടും കോടതിയെ വിമർശിക്കാതെ കൊണ്ടും, എന്നാൽ കോടതി വിധിയെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് വിമർശനാത്മക രീതിയിൽ ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിശ്ചയമായും യാതൊരു സംശയവുമില്ല, ഈ 6 പേരിൽ പൾസർ സുനിയുടെ ശിക്ഷ കുറഞ്ഞുപോയി, അത് തീർത്തും കുറഞ്ഞുപോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പൾസർ സുനി എന്ന് പറയുന്നയാളൊരു ബോൺ ക്രിമിനലാണ്. അയാൾ ബലാത്സംഗമോ സ്ത്രീവേട്ടയിൽ മാത്രമല്ല, അയാളൊരു മോഷ്ടാവ് കൂടിയാണ്. ഏതാണ്ട് 12-13 കേസിൽ പ്രതിയാണ് അയാൾ ചുരുങ്ങിയ കാലങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു കൊട്ടേഷൻ റേപ്പ് നടത്തിയ ഒരു വ്യക്തിയാണ് അയാൾക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചോളം, ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റേപ്പിസ്റ്റുകളും സ്ത്രീവേട്ടക്കാർക്കും സ്വതന്ത്രമായിട്ട് ഈ നാട്ടിലൂടെ വിലസാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നിയമത്തിൻ്റെ ദൗർബല്യതയിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരിക, പാനലിസ്റ്റുകളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരിക. ഇപ്പോൾ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അതിജീവിതയോട് കാണിച്ച ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊടും ക്രൂരത, അതിനേക്കാളും ക്രൂരത ചെയ്തു എന്ന് നമ്മുടെ മുമ്പിൽ തെളിവ് സഹിതം പെൺകുട്ടികൾ 2 പെൺകുട്ടികൾ മുഖ്യമന്ത്രിക്കും കോടതിക്കല്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും DGPക്ക് പരാതി കൊടുക്കുകയും മൊഴി കൊടുക്കുകയും ചെയ്തിട്ടും നമ്മുടെ നാട്ടിൽ ഉന്നത ശ്രേണിയിൽ വിലസുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ളവർ പോലും ഇവിടെ സ്വതന്ത്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടുന്നു, അവരുടെയൊക്കെ അറസ്റ്റ് തടയുന്നു എന്ന് പറയുന്നത് എൻ്റെ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ നിയമങ്ങൾ ഇപ്പോൾ വളരെ ദൗർബല്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ബ്രിജ്ഭൂഷണെ പോലെയുള്ള നേരത്തെ ഇന്ത്യയുടെ റെസ്ലിംഗ് അസോസിയേഷൻ ആയിരുന്ന വ്യക്തി 12ഓളം റെസ്ലിംഗ് താരങ്ങളെ ക്രൂരമായി മോശമായ രീതിയിൽ പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 1.5 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സമരം മുറകൾ നടത്തിയിട്ടും തങ്ങളുടെ സ്വർണ്ണ മെഡൽ ഹരിദ്വാറിൽ ഒഴുക്കാൻ ശ്രമിച്ചിട്ടും അയാൾ ഇപ്പോഴും സ്വതന്ത്രനായിട്ട് നടക്കുന്നു, ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അയാളുടെ പേരിൽ ഒരു കേസുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാനൊരു ഉദാഹരണം ഗോപികൃഷ്ണനോട് പറയാം. നമ്മളൊരു നല്ല അവസരമാണല്ലോ ഇപ്പം. ഇത് പബ്ലിക് ഡൊമൈനിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരസ്യമായിട്ട് വന്നതിന് പേരിലാണ് ഞാൻ പേര് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആരാധ്യനായ ദാസേട്ടൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ ആനന്ദ്, അയാൾ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഫാഷൻ നിർമ്മാതാവായിരുന്നു. അയാൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ 28ാമത്തെ വയസ്സിൽ ന്യൂയോർക്കിലെ ഒരു ഹോട്ടലിലേക്ക് പോകുന്ന വഴി ലിഫ്റ്റിൽ വെച്ചും പുറത്തു വന്നപ്പോൾ ഇറ്റാലിയൻ സ്വദേശികളായ 3 പെൺകുട്ടികളോട് മോശമായി നോക്കി എന്നുള്ള ഒറ്റ ആരോപണത്തിൽ ആ ചെറുപ്പക്കാരൻ ന്യൂയോർക്കിന് സമീപമുള്ള ഒരു സെൻട്രൽ ജയിലിൽ ജീവിതം മുഴുവൻ തടവറില്ല. മരണത്തോടു കൂടി പോലും അയക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല. അയക്ക് ഒരു ദിവസം പരോൾ പോലും കിട്ടത്തില്ല. പരിഷ്കൃത സമൂഹം എന്നറിയപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ ഊഷ്മള ഭാവങ്ങളുള്ള അമേരിക്കയിൽ പോലും അത്രയ്ക്ക് കർശനമായ നിയമമുള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് തനിക്ക് പറ്റിയ ഒരു വേദന, ഒരു ദുഃഖകരമായ അനുഭവം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നരാധമന്റെ ഭാഗത്തുനിന്നും ഒരു റേപ്പിസ്റ്റിന്റെ ഭാഗത്തുനിന്നും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തു പറയുന്ന ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ധൈര്യമില്ല. കാരണം ആ ധൈര്യത്തെയോ മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ പുറത്തു പറയാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ഭയമാ. കാരണം ഇത്തരക്കാരെ വിലസാനായിട്ട് അനുഭവിക്കുന്ന നിയമസംഹിതയുള്ള ഒരു നാട്ടിൽ ഇനി ഏതൊരു പെൺകുട്ടി എന്ത് ചെയ്താലും അവരടങ്ങി ഒതുങ്ങിയിരുന്നോളം അവർ പരാതി നൽകാൻ പാടില്ല എന്നൊരു അലിഖിത വ്യവസ്ഥ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. പരിഷ്കൃത സമൂഹം എന്നറിയപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ചോളം ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷമാണിത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.